വർഷങ്ങൾക്ക് മുമ്പ് റെയ്നാഡ് ബോങ്കെ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യൻ, അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കയുടെ ഏകദേശം 54ഓളം രാജ്യങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന ഉദ്യമത്തോടുകൂടി പല മിഷൻ ട്രിപ്പുകൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിഷനിൽ ആഫ്രിക്ക ഫോർ ജീസസ്, യേശുവിനായി ആഫ്രിക്കയെ നേടുക എന്ന വലിയൊരു ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയുണ്ടായി. അത്തരമൊരു മിഷൻ ട്രിപ്പിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എൻകൗണ്ടർ ചെയ്ത, അദ്ദേഹം നേരിട്ട് അനുഭവിച്ച ഒരു അനുഭവത്തെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹത്തെ ആഫ്രിക്കയിലെ ഒരു ചർച്ചിൽ ശുശ്രൂഷിപ്പാനായി 3 ദിവസത്തെ മീറ്റിങ്ങിനായി ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ കടന്നുപോയപ്പോൾ ആദ്യത്തെ ദിവസത്തെ മീറ്റിങ്ങിൽ ഏകദേശം 200ഓളം പേർ പങ്കെടുത്തു. മീറ്റിങ്ങിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടുവാനിടയായി തീർന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല, 200ഓളം പേർ പങ്കെടുത്തുവെങ്കിലും അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട്, അവിടുത്തെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത, തന്നെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത സുഹൃത്തിനോട് ചോദിച്ചു, ഈ സിറ്റിയിലെ യൗവനക്കാർക്ക് എന്തു പറ്റി? ഒരാൾ പോലും മീറ്റിങ്ങിന് കടന്നു വന്നില്ലല്ലോ, ഇന്നത്തെ ആരാധനയിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ആ കൂട്ടുകാരൻ റെയ്നാഡ് ബോങ്കയോട് പറഞ്ഞു, താങ്കൾക്ക് അറിയണമോ ഈ സിറ്റിയിലെ ചെറുപ്പക്കാർ എവിടെയാണ് എന്ന്? താങ്കൾ കാണണമോ എന്ന് ചോദിച്ചു. റെയ്നാഡ് ബോങ്കെ പറഞ്ഞു, തീർച്ചയായും എനിക്കറിയണം, എനിക്ക് കാണണം അവരെ. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി സിറ്റിയിലെ ഒരു പ്രധാന സ്ഥലത്ത്, ഇൻഡസ്ട്രിയൽ ഏരിയ കടന്ന് ഒരു സ്ഥലത്ത് അദ്ദേഹം ഈ കാർ കൊണ്ട് നിർത്തി. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ റെയ്നാഡ് ബോങ്കെ കണ്ടത് ഒരു വലിയ ബിൽഡിങ്. അതിൻ്റെ പുറത്ത് ഡിസ്കോ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വലിയ ബിൽഡിങ്. ആ താഴ്വശത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വലിയ മുഴക്കം കേൾക്കുന്നുണ്ട്, വലിയ ശബ്ദം, ഭയങ്കരമായ പാട്ടിൻ്റെയും മ്യൂസിക്കിൻ്റെയും ഒക്കെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് റെയ്നാഡ് ബോങ്കെ ഈ മുകളിലെ നിലയിലേക്ക് കയറി ചെന്നു. അവിടെ ആ ഹാള് തുറന്ന് കണ്ട കാഴ്ച അദ്ദേഹത്തെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാർ, കുറേയധികം പെൺകുട്ടികളും ആൺകുട്ടികളും തിക്കി ഞെരുക്കി പരസ്പരം തട്ടാതെ മുട്ടാതെ നിൽക്കാൻ കഴിയാത്തവരും ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഹാള്. അതിനകത്ത് ഭയങ്കരമായ ലൈറ്റുകളുണ്ട്, ഭയങ്കരമായ മ്യൂസിക്, പാട്ടൊക്കെ നടക്കുന്നുണ്ട്. ആളുകൾ ഭയങ്കരമായി അവർ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നുണ്ട്, അവർ കളിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട ഉടനെ അദ്ദേഹം ആ ഹാളിനകത്തേക്ക് ഇട്ട് തല പുറത്തേക്ക് വലിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു ചിന്ത കൊടുത്തു. റെയ്നാഡ്, താങ്കൾ കണ്ടായിരുന്നോ അവിടെ ഇരിക്കുന്ന ഓരോ മക്കളുടെയും മുഖം കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം വീണ്ടും അകത്തേക്ക് നോക്കി. അദ്ദേഹം അവിടെ ഇരുന്ന കുഞ്ഞു സഹോദരങ്ങൾ, ആ ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു. അവിടെ നിൽക്കുന്ന ഓരോ ചെറുപ്പക്കാരുടെ മുഖത്ത് എന്തിനെയോ വേണ്ടി അന്വേഷിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അവർ എന്നാൽ അന്വേഷിക്കുന്ന കാര്യം ആ ഡാൻസ് ബാറിൽ നിന്നും അവർക്ക് ലഭിക്കാത്തതായും അവർക്കൊരു തൃപ്തിയില്ലാത്തതായിട്ടും അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അവരുടെ ആ മുഖങ്ങൾ ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഈ ഡാൻസ് ബാർ നടത്തുന്ന ഈ ഹോട്ടലിൻ്റെ ഓണറിനെ താങ്കൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. റെയ്നാഡ് പറഞ്ഞു, എനിക്ക് ആ ഓണറിനെ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്കൊന്ന് സംസാരിക്കണം. തീർച്ചയായും കാണാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ ആ ഓണറിനെ കാണുവാനായി പോയി. ആ ഓണറിനെ കണ്ട ഉടനെ റെയ്നാഡ് ബോങ്കെ ഇങ്ങനെ പറഞ്ഞു, താങ്കളുടെ ഡാൻസ് ബാറിനകത്ത് എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ അനുവാദം തരണം. 5 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ അനുവാദം തരണം. ഇദ്ദേഹം ചർച്ചിൽ നിന്ന് വരുന്ന വഴിയായതുകൊണ്ടായിരിക്കാം ആ ഡാൻസ് ബാറിൻ്റെ ഓണർ ഉടനെ ചോദിച്ചു, താങ്കൾ ഒരു പ്രീച്ചറാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനൊരു പ്രീച്ചറാണ്. ഞാൻ ജർമ്മനിയിൽ നിന്ന് യാത്ര ചെയ്ത് ആഫ്രിക്കയിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് താങ്കളുടെ ഡാൻസ് ബാറിലുള്ള സഹോദരങ്ങളോടൊന്ന് സംസാരിക്കണം. ഉടനെ ഓണർ പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾക്ക് പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾ ചർച്ചിൽ പോയി പ്രസംഗിക്കൂ, അല്ലാതെ ഇവിടെ അതിനുള്ള സ്ഥലമല്ല, അതിനനുവദിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഉടനെ റെയ്നാഡ് ബോങ്കെ ഇങ്ങനെ പറഞ്ഞു, ചർച്ചിനകത്ത് ഒരു ചെറുപ്പക്കാരും വരുന്നില്ല, അതുകൊണ്ടാണ് ചെറുപ്പക്കാരെ കാണുവാനായി പ്രീച്ചറായ ഞാൻ ഇങ്ങോട്ട് ഡാൻസ് ബാറിലേക്ക് വരാൻ ഇടയായി തീർന്നു. പക്ഷെ ഒരു കാരണവശാലും ആ ഓണർ, അതിൻ്റെ ഉടമസ്ഥൻ അനുവാദം കൊടുത്തില്ല. തിരിച്ചും മടങ്ങാനായി തിരിഞ്ഞ ഉടനെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് റെയ്നാഡ് ബോങ്കയ്ക്ക് ഒരു ചിന്ത കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ചിന്ത കൊടുത്ത് ഇങ്ങനെയാണ്, റെയ്നാഡ്, താങ്കൾ ഓർക്കുന്നുണ്ടോ ആ സഹോദരങ്ങളുടെ മുഖത്ത് കണ്ട കാഴ്ച?
അത് ഓർത്ത ഉടനെ റെയ്നാഡ് ബോങ്കെ തിരിച്ച് ആ ഓണറിൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾക്ക് തോന്നുന്നുണ്ടോ താങ്കളുടെ ഡാൻസ് ബാറിലേക്ക് കടന്നു വരുന്ന ഓരോ സഹോദരങ്ങളും അവരുടെ ജീവിതത്തിലെ ലക്ഷ്യത്തെ നേടുകയാണെന്ന്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ നേടേണ്ടതൊക്കെ നേടുന്നുണ്ടെന്നും അവർ നന്നായി അതൊക്കെയും അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്നും താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ച ഉടനെ തന്നെ ആ ഓണറിൻ്റെ മുഖം മാറി. അദ്ദേഹം റെയ്നാഡിനോട് ഇങ്ങനെ ചോദിച്ചു, താങ്കൾ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇന്ന് രാവിലെ മുതൽ എൻ്റെ മനസ്സിലകത്തേക്ക് ഈ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഡാൻസ് ബാറിൽ വരുന്ന ചെറുപ്പക്കാരുടെ ഭാവി എന്താകും? അവർ ലഹരിക്ക് അടിമപ്പെട്ട് ഇങ്ങനെ പോയാൽ അവരുടെ ജീവിതം എന്താകും? അവർ ഇവിടെ വരുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം രാവിലെ മുതലേ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. അത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? റെയ്നാഡ് ബോങ്കെ പറഞ്ഞു, താങ്കളോട് സംസാരിച്ച അതേ ദൈവം എന്നോടും സംസാരിച്ചു. നമ്മൾ രണ്ടുപേരോടും ദൈവം ഒരേ കാര്യമാണ് സംസാരിച്ചത്. എനിക്കൊരു 5 മിനിറ്റ് തരാമോ? ഉടനെ തന്നെ ഓണർ പറഞ്ഞു, തരാം, പക്ഷേ ഇന്നല്ല, നാളെ രാത്രി ഒരു 5 മിനിറ്റ് നിനക്ക് തരാം. മാത്രമല്ല അത് അർദ്ധരാത്രി 12 മണിക്ക് മിഡ് നൈറ്റ് ടൈമിൽ 5 മിനിറ്റ് തരും. ക്ലോക്ക് 12 അടിക്കുമ്പോൾ താങ്കൾക്ക് 5 മിനിറ്റ് ഞാൻ മൈക്ക് തരാം എന്ന് പറഞ്ഞു. റെയ്നാഡ് ബോങ്കെ പറഞ്ഞു, സന്തോഷം, മതി. ഇത് പറഞ്ഞ് തിരിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ചിന്ത വന്നു. റെയ്നാഡ് ബോങ്കെ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഞാൻ എന്തിനാണ് ഈ 5 മിനിറ്റ് ചോദിച്ചത്? എനിക്ക് കുറച്ച് കൂടുതൽ ചോദിക്കാമായിരുന്നില്ലേ? എന്തിനാണ് ഞാൻ 5 മിനിറ്റ് ചോദിച്ചത്? ദൈവത്തോട് ക്ഷമ പറഞ്ഞു, ദൈവമേ, ഞാൻ 5 മിനിറ്റ് ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നടക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തേക്ക് ചിന്ത വന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ, 6 ദിവസം കൊണ്ട് ഈ കംപ്ലീറ്റ് ലോകത്തെയും കംപ്ലീറ്റിനെയും സൃഷ്ടിക്കാൻ അങ്ങേ കഴിഞ്ഞെങ്കിൽ അങ്ങേക്ക് ഈ ഡാൻസ് ബാറിലുള്ള സഹോദരങ്ങളെ രക്ഷിക്കാൻ ഒരു 5 മിനിറ്റ് ധാരാളമാണ്. തീർച്ചയായും അങ്ങ് ഈ 5 മിനിറ്റ് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ യാത്രയായി. പിറ്റേ ദിവസം ചർച്ചിലെ പകലുള്ള മീറ്റിംഗ് അതൊക്കെ അങ്ങനെ നടന്നു. പക്ഷേ ആ മീറ്റിംഗ് റെയ്നാഡ് ബോങ്കെ പറയുന്നത് എങ്ങനെയാണ്, അന്നത്തെ മീറ്റിംഗ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട പ്രസംഗമായിരിക്കാം പ്രസംഗിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ അന്ന് രാത്രിയിലെ സവിശേഷമായ 5 മിനിറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അദ്ദേഹം ആ മീറ്റിംഗ് എങ്ങനെ നടന്നു പോലും ഓർക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ 11:30 തന്നെ 11:30 മണിക്ക് തന്നെ അദ്ദേഹം ആ ഡാൻസ് ബാറിൻ്റെ ഹാളിനകത്തേക്ക് എത്തി. കാരണം 12 മണിക്കാണ് തനിക്ക് 5 മിനിറ്റ് നൽകപ്പെട്ടുള്ളത്. അതിനകത്തേക്ക് കടന്നു ചെന്ന് അദ്ദേഹം ആ നിമിഷം ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഞാൻ പ്രസംഗിക്കുക? ആകെ 5 മിനിറ്റേ ഉള്ളൂ. വലിയ സുവിശേഷത്തിൻ്റെ വലിയ ചരിത്രം, അല്ലെങ്കിൽ സുവിശേഷം എന്താണ് വിശദീകരിക്കേണ്ടത്, ഒത്തിരി മണിക്കൂറുകളെടുത്ത് പ്രസംഗിക്കേണ്ടത്, താൻ പ്രസംഗിച്ചിട്ടുള്ളത് എന്താണ് ഞാൻ ഈ 5 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്നത്, എന്താണ് പറയേണ്ടത്? ഈ ചിന്തകളെ അലട്ടിക്കൊണ്ടേയിരുന്നു. അവസാനം ആ സമയമെത്തി. കൃത്യം 12 മണിയായപ്പോൾ അദ്ദേഹം മൈക്കെടുത്ത് ചാടി സ്റ്റേജിലേക്ക് കയറി. അവിടെ കയറി അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ ജർമ്മനിയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുവാനാണ് ഞാൻ വന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ഇരിക്കണം. അടുത്ത നിമിഷം അദ്ദേഹം കണ്ടത് എല്ലാവരും തറയിരിക്കുന്നതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഡാൻസ് ബാറിനകത്ത് ചെയറുകൾ ഉണ്ടാകത്തില്ല, എല്ലാവരും തറയിലാണ് ഇരുന്നത്. അവിടെ ഇരുന്ന് മാത്രം ഓർമ്മയുള്ളൂ. അദ്ദേഹം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, 1 മിനിറ്റ് കഴിയുന്നതിന് മുന്നമേ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അടുത്ത 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് തന്നെ അതിനകത്തേക്ക് പരിശുദ്ധാത്മാവ് എൻട്രി ചെയ്തു. ആ ഹാളിനകത്തേക്ക്, ആ ഡാൻസ് ബാറിനകത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ എൻട്രി സംഭവിച്ചു. അടുത്ത നിമിഷം മുതൽ പിന്നെ കാര്യങ്ങൾ കയ്യിൽ നിന്നില്ല. അദ്ദേഹം ചിന്തിച്ചതിനപ്പുറമായിരുന്നു. അദ്ദേഹം കാണുന്നത് ഒരു സൈഡിൽ നിന്ന് ഒരു സഹോദരൻ കരയുന്നതാണ്. തൊട്ടടുത്ത് നോക്കിയപ്പോൾ മറ്റൊരാൾ തുവാലയെടുത്ത് കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നു, വിതുമ്പുന്നു. ഓരോ സഹോദരങ്ങളായി മുട്ടിന്മേൽ നിന്ന് കരയുന്നതായും അവർ കണ്ണുനീർ തുടയ്ക്കുന്നതായും കാണാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, കണ്ണുനീർ തുടയ്ക്കുന്ന കണ്ടപ്പോൾ, ഓരോ സഹോദരങ്ങളും മുട്ടിന്മേൽ നിന്ന് കരയുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാണ് യേശുവിനെ അവർ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല സമയം. ആ സമയം അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെ ഈ യേശുവിനെ സ്വീകരിക്കുവാനായി ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മരിച്ച, നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ, നിങ്ങളുടെ പാവങ്ങളെ കഴുകിയ ആ യേശുവിനെ സ്വീകരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്നതിന് ചോദിച്ചു. ഒരൊറ്റ കൈ പോലും ഇല്ലാതെ എല്ലാവരും കൈകൾ ഉയർത്തി. ഒരാൾ പോലും ശേഷിക്കാതെ എല്ലാവരും കൈകൾ ഉയർത്തി യേശുവിനെ സ്വീകരിക്കുവാനായി ഇടയായി തീർന്നു. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി ഇത് മാറി. ഇത് കഴിഞ്ഞ ഉടനെ 5 മിനിറ്റ് തനിക്ക് അനുവദിച്ച 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൈക്ക് തിരികെ കൊടുത്ത് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഏറ്റവും വലിയ ചാരിതാർത്ഥ്യത്തോടെ
ഭയങ്കരമായ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവ് തന്നിലൂടെ ചെയ്ത വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ അദ്ദേഹം അവിടെ നിന്ന് യാത്രയായി. സ്റ്റോറി ഇനിയാണ്. അദ്ദേഹം യാത്രയായി തിരികെ നാട്ടിലേക്ക് പോയി. 1 വർഷം കഴിഞ്ഞിട്ട് ആ നാട്ടിൽ തിരികെ വരികയാണ്. തന്നെ അന്ന് പിക്ക് ചെയ്ത അതേ സഹോദരൻ എയർപോർട്ടിൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. താൻ ആ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ പറയുകയുണ്ടായി, റെയ്നാഡ്, താങ്കൾക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. വളരെ സർപ്രൈസിങ് ആയിട്ടൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് കാറിൽ കയറ്റി അദ്ദേഹം കൊണ്ടുപോയത് പണ്ട് 1 വർഷം മുന്നേ അവർ പോയ 1 വർഷം മുന്നേ അവർ യാത്ര ചെയ്തെത്തിയ അതേ സ്ഥലത്തേക്ക് ആ വലിയ ബിൽഡിങ്ങിന് മുന്നിൽ ആ കാറ് കൊണ്ട് നിർത്തി. റെയ്നാഡ് ബോങ്കെ റെയ്നാഡ് ബോങ്കയോട് പറഞ്ഞു, താങ്കളത് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. റെയ്നാഡ് ബോങ്കെ ഇങ്ങനെ ആ സംഭവം വിശദീകരിക്കുന്നത്, അദ്ദേഹം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആ പഴയ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ, അന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുവാനായി ചെന്ന അതേ ബിൽഡിങ്ങിന് മുന്നിലാണ് അദ്ദേഹം പോയി ഇറങ്ങിയത്. അദ്ദേഹം കാണുന്ന കാഴ്ച എങ്ങനെയായിരുന്നു? അതിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ആ ഡിസ്കോ എന്നെഴുതിയിരുന്ന ആ ബോർഡ് കാണുവാനില്ല. പകരം ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വലിയൊരു ക്രൂശ് വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം നോക്കിയപ്പോൾ 1-2 സഹോദരങ്ങൾ ഓടി ഇറങ്ങി താഴേക്ക് വരുന്നതായി കണ്ടു. അവർ എന്നോട് റെയ്നാഡ് ബോങ്കയോട് ഇങ്ങനെ ചോദിച്ചു, സാർ, താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? റെയ്നാഡ് ബോങ്കെ പറഞ്ഞു, ഇല്ല. ആരാണ്? ഞാനാണ് അന്ന് താങ്കൾ പ്രസംഗിക്കാൻ വന്നപ്പോൾ ആ ഡാൻസ് ബാറിൽ ഡ്രം അടിച്ചുകൊണ്ടിരുന്ന ആൾ. മറ്റാൾ പറഞ്ഞു, ഞാനാണ് ലൈറ്റ് അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾ. ഇന്ന് ഞങ്ങൾ ഇവിടെ ചർച്ചായി ഞങ്ങൾ ഒരുമിച്ച് കൂടി ആരാധന നടത്തുകയാണ്. ഞങ്ങളിവിടെ ആരാധിക്കുവാനായി ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. അതായത് 1 വർഷം മുമ്പ് ഒരു ഡാൻസ് ബാർ ആയിരുന്നത് ഇപ്പോൾ അതൊരു ചർച്ചായി മാറിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായൊരു പ്രവർത്തനം അതിനകത്ത് നടന്നിരിക്കുന്നു. റെയ്നാഡ് ബോങ്കെ പറയും, ഇങ്ങനെയാണ് താൻ അവിടെ പോയി സ്പെൻഡ് ചെയ്ത 5 മിനിറ്റ് അതിനെ സൂപ്പർ നാച്ചുറലാക്കി മാറ്റിയ പരിശുദ്ധാത്മാവ് ആ അന്തരീക്ഷത്തെ ടേക്ക് ഓവർ ചെയ്തപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ ദിവസങ്ങൾ തന്നെ അവർ സ്നാനമേറ്റുകയും അവരോരോരുത്തരും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അവർ പിന്നെ കൂടി വരാൻ ആരാധിക്കുവാനായി ആ സ്ഥലം തിരഞ്ഞെടുത്ത് അവർ ആ ഹോട്ടലിനെ ഒരു ചർച്ചാക്കി മാറ്റി എന്നുള്ളതാണ് ചരിത്രം. പ്രിയരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് എന്താണ് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നിങ്ങളെക്കൊണ്ട്, നിങ്ങൾ ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു ദേശത്തിൽ നിങ്ങൾ ആരുമല്ല എന്ന് തോന്നുന്നതായിരിക്കാം, പക്ഷേ നിങ്ങളെക്കൊണ്ട് ചില ദേശങ്ങളെ, ചില സ്ഥലങ്ങളെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് നിമിഷങ്ങൾ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ റോൾ എത്രമാത്രമാണ് എന്നും നമ്മുടെ സുവിശേഷം, യേശുവിൻ്റെ സ്നേഹത്തെ, കർത്താവിൻ്റെ വീണ്ടെടുപ്പിനെ ജനങ്ങളോട് അറിയിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് എത്രമാത്രം വലുതാണ് എന്ന് ഈ ഒരു ചെറിയ സ്റ്റോറി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എവിടെ ആയിരുന്നാലും, നമ്മൾ സ്കൂളിലായിരിക്കാം, കോളേജിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, എവിടെ ആയിരുന്നാലും പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ സംസാരിപ്പാൻ, നമ്മളിലൂടെ പ്രവർത്തിപ്പാൻ നമ്മൾ അനുവദിച്ചാൽ വളരെ നിമിഷങ്ങൾ കൊണ്ട്, വളരെ ചുരുക്കം നിമിഷങ്ങൾ മതി ദൈവത്തിന് ആ ദേശത്തെ, ആ ഏരിയയെ, ആ ടെറിട്ടറിയെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ. എന്നെ കേൾക്കുന്ന ഓരോ സഹോദരങ്ങളെയും പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനായി നിങ്ങളെ സഹായിക്കട്ടെ. അധികമായി പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലായിരിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ബിൽഡ് ചെയ്യട്ടെ. നിങ്ങളിലൂടെ അനേകരെ ഇതുപോലെ ലക്ഷ്യബോധമില്ലാതെ എന്തിനു വേണ്ടി എന്ന രീതിയിൽ ജീവിക്കുന്ന, മാത്രമല്ല പലതരത്തിലുള്ള ലഹരിക്കും അടിമകളായിരിക്കുന്ന സഹോദരങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ എക്സ്പീരിയൻസ് ചെയ്യുവാൻ നിങ്ങളായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പരിവർത്തിക്കട്ടെ, നിങ്ങളെ അതിനായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റെയ്നാഡ് ബോങ്കെ എന്ന ആ ദൈവമനുഷ്യൻ്റെ ഉള്ളിൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് എന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമ്മെ ഇതുപോലെ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ ആ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതിനായി നിങ്ങൾ ഓരോരുത്തരെയും അതേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആ ഇൻസ്ട്രക്ഷൻസ് അതിനായി നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു ചിന്ത നൽകുകയാണെങ്കിൽ നിങ്ങളെ തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെസലായി, ഒരു പാത്രമായി ഉപയോഗിക്കപ്പെടുവാനായി വിട്ടുകൊടുക്കാമോ? ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ അനേക രാജ്യങ്ങളെ, അനേക ദേശങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുവാൻ, അനേകം ചെറുപ്പക്കാരെ, അനേകം ജനത്തിന് ആശ്വാസമാകുവാൻ, അത് സൗഖ്യമായും, അത് ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ സൗഖ്യമായും, ശരീരത്തിൻ്റെ സൗഖ്യമായും അവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം എത്തുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ.